ഹായ്, എൻ്റെ പേര് ജ്യോത്സ്ന. ഞാൻ ബിടെക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സ്റ്റുഡൻ്റാണ്. അപ്പം ക്രെഡിറ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് കാനഡക്ക് പോകണം എന്നുള്ളത് എൻ്റെ ഭയങ്കര വലിയൊരു അംബീഷനായിരുന്നു. അപ്പം ഞാനൊരു 2 ഇയേഴ്സായി ഇപ്പം കാനഡ സ്റ്റഡി പെർമിറ്റിന് വേണ്ടി നടക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു റിജക്ഷൻ കഴിഞ്ഞതാണ് എൻ്റെ. ഇത് സെക്കൻഡ് അറ്റംപ്റ്റാണ്. ഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടി. അപ്പം ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തത് എറണാകുളത്ത് തന്നെയുള്ള ഒരു ഏജൻസി വഴിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി റിജക്ഷൻ ഫേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പർ അല്ലായിരുന്നു എന്നാണ് എനിക്ക് വന്ന മെയിലിലുണ്ടായിരുന്നത്. സെക്കൻഡ് ടൈം അപ്പോൾ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനും ഓൾറെഡി അവിടെ എത്തിയ കൊളീഗ്സുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പേരിൽ നിന്ന് കിട്ടിയൊരു സജഷനാണ് സ്റ്റഡി നൗ എന്നുള്ളൊരു കൺസൾട്ടൻസി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റഡി നൗവിലേക്ക് എത്തിപ്പെടുന്നത്. ആൻഡ് ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അപ്പം ഞാനൊരു 1 മന്തിനുള്ളിൽ ഞാൻ കാനഡക്ക് പോവുകയാണ്. ഇവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. ദേ കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ടു മൈ ദിസ് ജേർണി, കാനഡ ജേർണി. കാരണം ദേ വിൽ ഡു എവറിത്തിങ്. സ്പൂൺ ഫെഡ് എന്ന് പറയാം കംപ്ലീറ്റ്ലി ഇവരുടെ പ്രോസസ്സ്. നമ്മളൊന്നും അറിയേണ്ട ആവശ്യം വന്നിട്ടില്ല. സോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തോരം ഇവരെന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദം. സോ ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എസ്പെഷ്യലി ക്രെഡിറ്റ് ട്രാൻസ്ഫർ സ്റ്റുഡൻസിന് പുറത്ത് പോകണം എന്നൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ക്രെഡിറ്റ് ട്രാൻസ്ഫർ മാത്രമല്ല ബാക്കി സ്റ്റുഡൻസിനും ഇവർ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. ബട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും. അപ്പം ഐ വിൽ പ്രിഫർ, don't think about anything else, just come straight here.